നമ്മളിൽ പലരും ലോട്ടറി എടുക്കുന്നവരായിരിക്കും അല്ലെ, സ്ഥിരമായി ലോട്ടറി എടുക്കുന്നവർ. നമ്മളിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പട്ടത്താണ്. പട്ടത്ത് ചന്ദ്രൻ ചേട്ടന്റെ കൂടെയാണ്. ചന്ദ്രൻ ചേട്ടൻ ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ്. ചന്ദ്രൻ ചേട്ടന്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടൻ എത്ര നാളായി? ഇത് 6 മാസമായി. 6 മാസമായി. എന്തൊക്കെയാണ് ഒരു അനുഭവങ്ങൾ? സെയിലുണ്ടോ? സെയിലുണ്ട്. ഇപ്പോ ലോട്ടറിയുടെ വിലയൊക്കെ കൂട്ടിയല്ലോ, വില കൂട്ടി. അത് ബാധിക്കുന്നുണ്ടോ? അതൊക്കെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രൈസ് കൂട്ടിയതുകൊണ്ട് പ്രൈസ് കൂട്ടിയോണ്ട് സെയിൽ കുറവുണ്ട്. ഇതുവരെയുള്ള ഒരു അനുഭവത്തില് ജീവിതം മാറി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവിതം മാറി കണ്ടിട്ടുണ്ടോ എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ല. ചേട്ടന്റെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രൈസ് അടിച്ചിട്ടുള്ള എത്രയാണ്? 60. ഇവിടെ ഇത് തുടങ്ങിയതിനു ശേഷം 60,000. 60. ചേട്ടൻ ഇത് തുടങ്ങിയിട്ട് ഒരു 6 മാസമായി. 6 മാസമല്ലേ? ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഇല്ല, കടയില്ല. ഇങ്ങനെ സ്ഥിരം എടുക്കുന്ന ആൾക്കാരെയൊക്കെ അറിയാമോ? അറിയാം. എങ്ങനെയാണ് അവര് ഇങ്ങനെ നമ്പറൊക്കെ നോക്കിയാണ് എടുക്കുന്നത്? അവരെ നമ്പർ നോക്കിയാ എടുക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ നമ്പർ? ഇല്ല, അവരുടെ ഓരോ വിശ്വാസമാണ്, ഓരോ നമ്പറിന്റെ അതായത് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് അതിൽ അടിക്കാനും സാധ്യതയുണ്ട്. ഈ സ്ഥിരം വരുന്നതിലെ ഒരാൾ ആവറേജ് ഒരു എത്ര രൂപയ്ക്ക് എടുക്കും? ഒരു 2 സെറ്റ് എടുക്കണവരുണ്ട്. അപ്പൊ ഒരു സെറ്റ് എന്ന് പറയുമ്പോ എത്ര രൂപയാണ്? ഒരു സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം 600 രൂപയാണ്. നമ്മള് പിന്നെ ഈ ഇപ്പം വില കൂടിയോണ്ട് വില ഇത്തിരി കുറച്ചു കൊടുക്കും. വില കൂടിയോണ്ട് ഇത്തിരി കുറച്ചു കൊടുക്കും. ആരെങ്കിലും സെറ്റ് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇവിടെ ചന്ദ്രൻ ചേട്ടൻ വില കുറച്ചായിരിക്കും കൊടുക്കുന്നത്. അല്ല, അത് പൊതുവെ അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും ഇതുണ്ട്. ഒത്തു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു നമ്മളെ കമ്മീഷനിൽ കുറയും. ഇവിടെ ഒരു 5000 അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്ഥിരം അവർ ഇവിടത്തെ തന്നെ ആളായിരിക്കും അല്ലേ? ഇല്ല, അങ്ങനെയല്ല, മാറി മാറിയൊക്കെ പോകും. കാരണം ഇപ്പൊ ലോട്ടറി എടുക്കുന്നവരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതായത് പല കടകളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് എടുക്കാം, ഒന്ന് അപ്പുറത്ത് നിന്ന് എടുക്കാം. ഇല്ല, അങ്ങനെയല്ല. അവർക്ക് ഓരോ നമ്പർ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഇഷ്ടപ്പെട്ട് അടിച്ചാലും അടിച്ചില്ലെങ്കിൽ അവരതേ എടുക്കും. അപ്പൊ നിങ്ങള് നമ്പർ എടുക്കുന്ന സമയത്ത് ചേട്ടൻ പറയാറുണ്ടോ ഈ നമ്പർ നമുക്ക് വേണം ഈ ലോട്ടറി? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ഇന്ന നമ്പർ വേണം പറയാറില്ല. ഇല്ല. കിട്ടുന്ന നമ്പറാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ്? 3 മണിക്ക് നറുക്കെടുപ്പാണ്. അപ്പൊ അതിന് മുമ്പ് വിറ്റ് പോവാത്ത ലോട്ടറി എന്ത് ചെയ്യും? വിറ്റ് പോവാത്ത ലോട്ടറി നമുക്ക് നഷ്ടമാണ്. തിരിച്ചെടുക്കത്തില്ല. തിരിച്ചെടുക്കുന്ന പരിപാടി ഇല്ല. നമ്മുടെ ഈ ലോട്ടറി കടയോട് ചേർന്ന് തന്നെയാണ് ഒരു ചായക്കട ഉള്ളത്. ഈ ചായക്കടയിൽ ചേട്ടൻ സ്ഥിരം ഇവിടുന്ന് ലോട്ടറി എടുക്കാറുണ്ട്. ആ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പ്രൈസ് അടിക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചതാണ്. ചേട്ടാ, ഇന്നെടുത്തായിരുന്നു? ഇന്നലെ എടുത്തായിരുന്നു. സ്ഥിരം എടുക്കാറുണ്ടോ? സ്ഥിരം എടുക്കാറ്. അടിക്കുന്നുണ്ടോ? അടിക്കുന്നുണ്ട്. എത്ര വരെ അടിച്ചിട്ടുണ്ട്? 60 വരെ അടിച്ചിട്ടുണ്ട്. 60 വരെ അടിച്ചിട്ടുണ്ട്. എങ്ങനെ സെറ്റ് ആണോ എടുക്കുന്നത് അല്ലെ? സെറ്റ് എടുക്കും, ചിലപ്പോ സിംഗിൾ എടുക്കും. നമ്പർ നോക്കിയാണ് എടുക്കാറ്. നിങ്ങൾക്ക് സ്ഥിരം എടുക്കുന്ന ആൾക്കാരായിട്ടൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? അങ്ങനെയല്ല, കുറച്ച് ആൾക്കാരായിട്ടൊക്കെ നിങ്ങളിങ്ങനെ വിളിച്ച് ഈ നമ്പർ മാറ്റി വെക്കാനൊക്കെ പറയാറുണ്ടോ? ഉണ്ട്. അപ്പൊ ഇനി അടിക്കത്തല്ലോ. എത്ര അടിച്ചിട്ടുണ്ടായിരുന്നു? ഇന്നലെ എടുത്തായിരുന്നു. നിങ്ങൾ ലോട്ടറി എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.